നിയന്ത്രണം വിട്ട കാർ ടോറസ് ലോറിക്ക് പുറകിലിടിച്ച് അപകടം. ഒരാൾക്ക് പരിക്കേറ്റു. അകമല റെയിൽവേ മേൽപ്പാലത്തിന് സമീപം ഞായറാഴ്ച പുലർച്ചെ 5 മണിയോടെയായിരുന്നു അപകടം. കടമുറിയുടെ വാടക സംബന്ധിച്ച തർക്കത്തിനിടയിൽ കടയുടമയ്ക്ക് വെട്ടേറ്റു. വെട്ടേറ്റ കടയുടമ അലക്ഷ്യക്കോടത്ത് വീട്ടിൽ മിൽട്ടനെ ചാലക്കുടിയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. സംസ്ഥാനത്ത് അടുത്ത 5 ദിവസം മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. തിങ്കളാഴ്ച എറണാകുളം, ഇടുക്കി, തൃശൂർ, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലും ചൊവ്വാഴ്ച കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലും യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. നമസ്കാരം, ന്യൂസ് റൗണ്ടപ്പിലേക്ക് സ്വാഗതം. വിശദമായ വാർത്തകൾ നോക്കാം. നിയന്ത്രണം വിട്ട കാർ ടോറസ് ലോറിക്ക് പുറകിലിടിച്ച് അപകടം. ഒരാൾക്ക് പരിക്കേറ്റു. അകമല റെയിൽവേ മേൽപ്പാലത്തിന് സമീപം ഞായറാഴ്ച പുലർച്ചെ 5 മണിയോടെയായിരുന്നു അപകടം. മുള്ളൂർക്കര സ്വദേശികളായ കുടുംബം സഞ്ചരിച്ചിരുന്ന വാഹനമാണ് അപകടത്തിൽപ്പെട്ടത്. കാട്ടുപന്നി റോഡിനു കുറുകെ ഓടിയതിനെ തുടർന്ന് നിയന്ത്രണം വിട്ട കാർ പാതയോരത്ത് നിർത്തിയിട്ടിരുന്ന ലോറിക്ക് പുറകിൽ ഇടിച്ചു കയറുകയായിരുന്നു. കാർ യാത്രികയായ മുള്ളൂർക്കര സ്വദേശി മീനയ്ക്കാണ് പരിക്കേറ്റത്. ഇവരെ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കടമുറിയുടെ വാടക സംബന്ധിച്ച തർക്കത്തിനിടയിൽ കടയുടമയ്ക്ക് വെട്ടേറ്റു. വെട്ടേറ്റ കടയുടമ അലക്ഷ്യക്കോടത്ത് വീട്ടിൽ മിൽട്ടനെ ചാലക്കുടിയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ശനിയാഴ്ച ഉച്ചയോടെയായിരുന്നു സംഭവം. വടിവാൾ കൊണ്ട് വെട്ടിയ മേലൂർ സ്വദേശി കൂരൻ വീട്ടിൽ വർഗീസിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ചാലക്കുടി നോർത്ത് ജംഗ്ഷനിൽ മിൽട്ടന്റെ ഉടമസ്ഥതയിലുള്ള കടമുറി വാടകയ്ക്കെടുത്ത വർഗീസ് 2 വർഷമായി റോസ് ഒപ്റ്റിക്കൽസ് എന്ന കണ്ണട വ്യാപാര സ്ഥാപനം നടത്തിവരികയായിരുന്നു. 9 മാസമായി വർഗീസ് വാടക നൽകിയിരുന്നില്ലെന്നും ഇത് സംബന്ധിച്ച് ഇരുകൂട്ടരും തമ്മിൽ തർക്കമുണ്ടായിരുന്നതായും പറയുന്നു. കഴിഞ്ഞ ദിവസം മിൽട്ടൺ കടമുറി മറ്റൊരു താഴിട്ട് പൂട്ടി. ഇത് സംബന്ധിച്ച തർക്കമാണ് വാക്കേറ്റത്തിലും പിന്നീട് കയ്യാങ്കളിയിലും കലാശിച്ചത്. വാക്കേറ്റത്തിനിടെ വർഗീസ് കയ്യിൽ കരുതിയിരുന്ന വടിവാൾ ഉപയോഗിച്ച് മിൽട്ടനെ വെട്ടി. മിൽട്ടന് ചെവിക്ക് മുറിവേറ്റിട്ടുണ്ട്. ഇയാൾക്കൊപ്പം വന്ന ബന്ധു സേവ്യറിനും പരിക്കുണ്ട്. വടിവാൾ വീശി ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച വർഗീസിനെ നാട്ടുകാർ വരുതിയിലാക്കി കെട്ടിയിടുകയായിരുന്നു. വിവരമറിഞ്ഞെത്തിയ പോലീസ് പിന്നീട് കസ്റ്റഡിയിലെടുത്തു. മീഡിയ ടൈം, ചാലക്കുടി. അഷ്ടമിച്ചിറയിൽ പാർക്ക് ചെയ്തിരുന്ന ഇരുചക്ര വാഹനം ഇടിച്ചു തെറിപ്പിച്ച അശോക് ലൈലാൻഡ് മാള പോലീസ് കസ്റ്റഡിയിലെടുത്തു. ശനിയാഴ്ച രാവിലെയാണ് സംഭവം നടന്നത്. രാവിലെ അഷ്ടമിച്ചിറ പെട്രോൾ പമ്പിന് സമീപം ബസ് സ്റ്റോപ്പിനടുത്തായി പാർക്ക് ചെയ്തിരുന്ന കൊറ്റനല്ലൂർ സ്വദേശി പുതുശ്ശേരി ഉണ്ണികൃഷ്ണന്റെ വാഹനമാണ് മാളയിൽ നിന്ന് ഒല്ലൂരിലേക്ക് കോഴികളെ കൊണ്ടുപോകുകയായിരുന്ന തമിഴ്നാട് രജിസ്ട്രേഷനുള്ള അശോക് ലൈലാൻഡ് ദോസ് ഇടിച്ചു തെറിപ്പിച്ചത്. ഇടിയുടെ ആഘാതത്തിൽ ഇരുചക്ര വാഹനം പൂർണ്ണമായും തകർന്നു. മാള പോലീസ് വാഹനം കസ്റ്റഡിയിലെടുത്ത് അന്വേഷണം ആരംഭിച്ചു. BMBC നിലവാരത്തിൽ നിർമ്മാണം പൂർത്തിയായ കൊരട്ടി പടിഞ്ഞാറങ്ങാടി റോഡിന്റെ ഉദ്ഘാടനം നടന്നു. സനീഷ് കുമാർ ജോസഫ് MLA ഉദ്ഘാടനം നിർവഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വേണു കണ്ണരുമഠത്തിൽ, ജില്ലാ പഞ്ചായത്ത് അംഗം ലീല സുബ്രഹ്മണ്യൻ, വാർഡംഗം ചാക്കപ്പൻ പോൾ വെളിയത്ത്, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ വർഗീസ് തച്ചുപറമ്പിൽ, ഗ്രേസിസ് കറിയ, വർഗീസ് പയ്യപ്പള്ളി, ബിജോയ് പെരാപ്പാടൻ, കൊരട്ടിപ്പള്ളി വികാരി ഫാദർ ജോൺസൺ കക്കാട്ട് തുടങ്ങിയവർ ചടങ്ങിന് നേതൃത്വം നൽകി. 2022-23 സാമ്പത്തിക വർഷത്തെ ആസ്തി വികസന പദ്ധതിയിൽ ഉൾപ്പെടുത്തി 93 ലക്ഷം രൂപയാണ് റോഡ് നിർമ്മാണത്തിനായി MLA അനുവദിച്ചിരുന്നത്. റോഡിന്റെ ഇരുവശങ്ങളിലും ടൈൽ വിരിച്ച് നടപാതയും ഡ്രൈനേജ് സൗകര്യവും ഒരുക്കിയിട്ടുള്ള പ്രവൃത്തിയുടെ നിർമ്മാണ ചുമതല തദ്ദേശ സ്വയംഭരണ വകുപ്പ് എഞ്ചിനീയറിംഗ് വിഭാഗത്തിനായിരുന്നു. സംസ്ഥാനത്ത് അടുത്ത 5 ദിവസം മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. തിങ്കളാഴ്ച എറണാകുളം, ഇടുക്കി, തൃശൂർ, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലും ചൊവ്വാഴ്ച കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലും യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. അടുത്ത 3 മണിക്കൂറിൽ തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശൂർ, മലപ്പുറം എന്നീ ജില്ലകളിൽ ഒറ്റപ്പെട്ടയിടങ്ങളിൽ ഇടത്തരം മഴയും മണിക്കൂറിൽ 40 കിലോമീറ്ററിൽ താഴെ വേഗതയിൽ വീശിയേക്കാവുന്ന ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട്. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ 23-24 തീയതികളിൽ മത്സ്യബന്ധനത്തിന് പോകാൻ പാടില്ലെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഇനി നാട്ടിൽ നടന്നത്. മതിലകത്ത് മോഷണക്കേസിൽ അറസ്റ്റിലായ പ്രതിയെ തെളിവെടുപ്പിന് കൊണ്ടുപോകും വഴി പോലീസിനെ കബളിപ്പിച്ച് രക്ഷപ്പെട്ടു. വാടാനപ്പള്ളി സ്വദേശി ബാദുഷയാണ് രക്ഷപ്പെട്ടത്.
ആലപ്പുഴ ST കോളേജിന് സമീപത്ത് വെച്ചായിരുന്നു സംഭവം. മതിലകം പുതിയകാവിലെ സ്ഥാപനത്തിൽ നിന്ന് 6 ലക്ഷത്തോളം രൂപയുടെ മലഞ്ചരക്ക് മോഷ്ടിച്ച കേസിലാണ് ബാദുഷയെ മതിലകം പോലീസ് അറസ്റ്റ് ചെയ്തത്. മലഞ്ചരക്ക് കടത്താൻ ഉപയോഗിച്ച വാഹനം ഇയാൾ കായംകുളത്ത് നിർത്തിയിട്ടിരുന്നു. ഇതെടുക്കാനായി പോലീസ് ജീപ്പിൽ പോയി തിരികെ വരുന്നതിനിടയിലാണ് രക്ഷപ്പെട്ടത്. ഭക്ഷണം കഴിക്കാൻ തട്ടുകടയിൽ വാഹനം നിർത്തിയ സമയത്താണ് കയ്യിൽ വിലങ്ങുമായി പ്രതി ഓടി രക്ഷപ്പെട്ടത്. നിരവധി മോഷണ കേസുകളിൽ പ്രതിയാണ് ബാദുഷ. കഴിഞ്ഞ ദിവസം പാലക്കാട് നിന്നാണ് ബാദുഷയെ കൊടുങ്ങല്ലൂർ ഡിവൈഎസ്പിയുടെ കീഴിലുള്ള ഡാൻസ് ഓഫ് ടീം അറസ്റ്റ് ചെയ്തത്. ഇരിഞ്ഞാലക്കുട ചേലൂരിൽ 2 വയസ്സുകാരി കാർ ഇടിച്ചു മരിച്ചു. ചേലൂർ പള്ളിയിൽ ഞായറാഴ്ച രാവിലെയാണ് അപകടം നടന്നത്. ചേലൂർ മണ്ണാത്ത് ബിനോയുടെയും ജിനിയുടെയും മകൾ ഐറിനാണ് അപകടത്തിൽ മരിച്ചത്. കുടുംബാംഗങ്ങൾക്കൊപ്പം ചേലൂർ പള്ളിയിൽ ആരാധനയ്ക്കായി എത്തിയതായിരുന്നു. പള്ളിയിലേക്ക് കയറുന്നതിനിടയിൽ മുന്നോട്ടെടുത്ത കാറിനടിയിൽപ്പെട്ടാണ് അപകടം നടന്നത്. ഉടൻ ഇരിഞ്ഞാലക്കുട സഹകരണ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. അന്നമനട ഗ്രാമപഞ്ചായത്ത് മൂലാട്ടുകുന്നിലെ പുലയ ശ്മശാനത്തിൽ അനധികൃതമായി കൊണ്ടുവരുന്ന പൊതു ആധുനിക ക്രിമിറ്റോറിയത്തിനെതിരെ KPMS മേലടൂർ കിഴക്ക് ശാഖ ശ്മശാന ഭൂമിയിൽ പ്രതിഷേധ യോഗം സംഘടിപ്പിച്ചു. വർഷങ്ങളായി മേലടൂർ, കുമ്പിടി, പാലിശ്ശേരി, ഇടയാറ്റൂർ എന്നിവിടങ്ങളിലെ പുലയ സമുദായത്തിൽപ്പെട്ട ആളുകളുടെ മതാചാരപ്രകാരം മൃതശരീരം അടക്കം ചെയ്യുന്ന മൂലാട്ടുകുന്നിലെ പുലയ ശ്മശാന ഭൂമിയിൽ പൊതു ആധുനിക ക്രിമിറ്റോറിയം നിർമ്മിക്കാനുള്ള പദ്ധതിയിൽ നിന്നും ഒഴിഞ്ഞു മാറിയില്ലെങ്കിൽ പഞ്ചായത്തിന് മുൻപിൽ ധർണ അടക്കമുള്ള പരിപാടികളുമായി KPMS മുന്നോട്ട് പോകുമെന്ന് പ്രതിഷേധ യോഗം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് മാള യൂണിയൻ സെക്രട്ടറി വിനയൻ മംഗലപ്പള്ളി പറഞ്ഞു. ശാഖ പ്രസിഡന്റ് ഇന്ദിര വേണു, യൂണിയൻ വൈസ് പ്രസിഡന്റ്മാരായ PC സുബ്രൻ, EM ശിവൻ, കമ്മിറ്റി അംഗം UV വിശ്വനാഥൻ, ഗീതാ നന്ദൻ, ദീപ ഉണ്ണികൃഷ്ണൻ, KK മധു, AA ഷിബു, AA ഷിജു എന്നിവർ സംസാരിച്ചു. അന്യമായി കൊണ്ടിരിക്കുന്ന കത്തെഴുത്തു കലയെ പ്രോത്സാഹിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ കൊടകരയിലെ സ്നേഹ ആർട്ട് മ്യൂസിയത്തിൽ സ്നേഹലേഖന മത്സരം സംഘടിപ്പിക്കുമെന്ന് മ്യൂസിയം ക്യൂറേറ്റർ ഡോക്ടർ ഉണ്ണികൃഷ്ണൻ പുളിക്കൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഇഷ്ടമുള്ള ഒരാൾക്ക് സ്വന്തം കൈപ്പടയിൽ കടലാസിൽ പേന കൊണ്ട് മലയാളത്തിൽ എഴുതിയ കത്ത് സ്നേഹ മ്യൂസിയത്തിന്റെ വിലാസത്തിലേക്കാണ് അയക്കേണ്ടത്. ഏറ്റവും നല്ല കത്തുകൾ ഒക്ടോബർ 20 മുതൽ 1 മാസക്കാലം സ്നേഹ മ്യൂസിയത്തിൽ നടക്കുന്ന ലവ് ലെറ്റർ എക്സിബിഷനിലേക്ക് തിരഞ്ഞെടുക്കും. തുടർന്ന് അവ സ്നേഹ മ്യൂസിയത്തിന്റെ സ്ഥിരം ശേഖരത്തിൽ സൂക്ഷിക്കും. തെരഞ്ഞെടുക്കപ്പെടുന്ന കത്തുകൾ എഴുതിയവർക്ക് പ്രദർശനത്തിന്റെ ഉദ്ഘാടന ചടങ്ങിൽ സർട്ടിഫിക്കറ്റുകളും സമ്മാനവും നൽകും. ജീവിച്ചിരിക്കുന്നവർക്കോ മരണപ്പെട്ടവർക്കോ ആയ ഒരു യഥാർത്ഥ വ്യക്തിക്ക് തന്നെ അഭിസംബോധന ചെയ്തുകൊണ്ടാണ് കത്ത് എഴുതേണ്ടത്. മാള റേഞ്ച് മദ്ഹൂർ റസൂൽ കോൺഫറൻസിന് തുടക്കമായി. കാട്ടിക്കരക്കുന്ന് മസ്ജിദ് ഉനർ കമ്മിറ്റി പ്രസിഡന്റ് അബ്ദുൽ ഹമീദ് സാഹിബ് പതാക ഉയർത്തി. സമസ്ത പ്രവാസി സെൽ ജില്ലാ പ്രസിഡന്റ് ഡോക്ടർ CK കുഞ്ഞിത്തങ്ങൾ ഉദ്ഘാടനം നിർവഹിച്ചു. സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞു, ഡിസംബർ എന്ന മാസം ഇന്ത്യയിൽ വരുന്നു. ഡിസംബർ 25 എന്ന് പറയുന്ന ഒരു തീയതി ഇന്ത്യയാണ് വരുന്നത്. ഞങ്ങളുടെ ഉണ്ണി യേശുവിൻ്റെ അഥവാ ഞങ്ങളുടെ കർത്താവിനെ സംബന്ധിച്ച് ഈ ലോകം അറിഞ്ഞിരുന്നില്ല എന്ന് പറയുകയുണ്ടായി. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു റബീഉൽ അവ്വൽ എന്ന് പറയുന്ന മാസം ഇന്ത്യയിൽ വരും. റബീഉൽ അവ്വൽ 12 എന്ന സുദിനം ഇന്ത്യയിൽ വരും. സമസ്ത കേരള ജമീയത്തുൽ ഉലമ അതിൻ്റെ കീഴ്ഘടകമായ ജമീയത്തുൽ മുഅല്ലിമീൻ അവർ പഠിപ്പിക്കുന്ന മുത്തഅല്ലിമീങ്ങൾ, വിദ്യാർത്ഥികൾ, മദ്രസ പ്രസ്ഥാനം ഇതൊന്നും ഇന്ത്യയിൽ വരുന്നു. റേഞ്ച് പ്രസിഡന്റ് ഹുസൈൻ ബാഘവി അധ്യക്ഷനായി. പ്രമുഖ പ്രഭാഷകൻ മുനീർ ഹുദവി വിളയിൽ, സംസ്ഥ ജില്ലാ വർക്കിംഗ് പ്രസിഡന്റ് CK അബൂബക്കർ ഫൈസി ചെങ്ങമനാട്, ജംഇയ്യത്തുൽ മുഅല്ലിമീൻ ജില്ലാ സെക്രട്ടറി ഇല്യാസ് ഫൈസി, റേഞ്ച് സെക്രട്ടറി അഷ്കർ അലി ബദരി, സ്വാലിഫ് മാരക്കാട്, ITO കോർഡിനേറ്റർ നജീബ് ഹിഷാമി, MMA പ്രസിഡന്റ് മുഹമ്മദ് കുട്ടി ചാലക്കുടി, സെക്രട്ടറി മജീദ് കാരൂർ, ട്രഷറർ ആഷിർ കാട്ടിക്കുരക്കുന്ന് എന്നിവർ പ്രസംഗിച്ചു. കേരള പുലയർ മഹാസഭ പിണ്ടാണി കരിങ്ങിച്ചിറ ശാഖയുടെ കുടുംബസംഗമം നടന്നു. പട്ടികജാതിക്കാർ ആക്രമിക്കപ്പെട്ട നിയമ നടപടികൾ എടുക്കുന്നത് വൈകിയാണെന്നും പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ സംവരണം കൃത്യമായി പാലിക്കുന്നുണ്ടോ എന്നും പരിശോധിക്കണമെന്നും മാള യൂണിയൻ കമ്മിറ്റി അംഗം RK രാജേഷ് ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. VK ബാബു അധ്യക്ഷത വഹിച്ചു. രമേശ്, ജനീഷ് കുറ്റിപ്പുറമ്പത്ത്, CA ലാജു, സന്ധ്യ എന്നിവർ സംസാരിച്ചു.
സെന്റ് ജെയിംസ് ആശുപത്രിയുടെയും ചാലക്കുടി സെന്റ് മേരീസ് ഫൊറോന ഇടവക ദേവാലയ കുടുംബ സമ്മേളന കേന്ദ്ര സമിതിയുടെയും നേതൃത്വത്തിൽ സൗജന്യ കാർഡിയോളജി മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. ആശുപത്രി ഡയറക്ടർ ഫാദർ ഡോക്ടർ ആന്റു ആലപ്പാടൻ മെഡിക്കൽ ക്യാമ്പ് ഉദ്ഘാടനം നിർവഹിച്ചു. പ്രശസ്ത കാർഡിയോളജി വിഭാഗം ഡോക്ടർമാരായ ഷെവിൻ ഇ.വി, സരൻ രാജ്, പോൾ റാഫേൽ എന്നിവർ രോഗികളെ പരിശോധിച്ചു. ചാലക്കുടി ഫൊറോന പള്ളി വികാരി ഫാദർ വർഗീസ് പത്താടൻ, അസിസ്റ്റന്റ് വികാരി ഫാദർ ജിബിൻ നായത്തോടൻ, കുടുംബ സമ്മേളന കേന്ദ്ര സമിതി പ്രസിഡന്റ് ജോഷി പുത്തരിക്കൽ, സെക്രട്ടറി ജോസ് സി കോട്ടക്കാരൻ, ആശുപത്രി അസോസിയേറ്റ് ഡയറക്ടർ ഫാദർ മനോജ് മേക്കടത്ത്, ഫാദർ നവീൻ ഊക്കൻ എന്നിവർ സന്നിഹിതരായിരുന്നു. മെഡിക്കൽ ക്യാമ്പിന് കുടുംബ സമ്മേളന കേന്ദ്ര സമിതി ഭാരവാഹികളും ആശുപത്രിയിലെ മെഡിക്കൽ സോഷ്യൽ വർക്ക് വിഭാഗവും നേതൃത്വം നൽകി. ആളൂർ സെന്റ് ജോസഫ് ചർച്ച് സീനിയർ സിറ്റിസൺ ഫോറത്തിന്റെ 2ാം വാർഷിക സമ്മേളനം നടത്തി. ഫാദർ വർഗീസ് അരിക്കാട്ട് ഉദ്ഘാടനം ചെയ്തു. വികാരി ഫാദർ ജോയ കടമ്പാട്ട് അധ്യക്ഷത വഹിച്ചു. സീനിയർ സിറ്റിസൺ ഫോറം സെക്രട്ടറി VM ജോണി, വാർഷിക പ്രസിഡന്റ് MK ജോസ്, ഫാദർ ജോൺ പോൾ ENM, ഫാദർ മെജിൻ കല്ലേലി, AC ഡേവിസ് എന്നിവർ സംസാരിച്ചു. തുടർന്ന് ക്ലബ് അംഗങ്ങളുടെ വിവിധ കലാപരിപാടികൾ അരങ്ങേറി. താഴേക്കാട് കണ്ണിക്കര പ്രവാസി അസോസിയേഷന്റെ 4ാം വാർഷികവും ഓണാഘോഷവും വനിതകളുടെ ഓണം കളി മത്സരവും സംഘടിപ്പിച്ചു. ആളൂർ പഞ്ചായത്ത് പ്രസിഡന്റ് KR ജോജോ ഉദ്ഘാടനം ചെയ്തു. കണ്ണിക്കര പ്രവാസി അസോസിയേഷൻ പ്രസിഡന്റ് പ്രജീത് പരമേഷ് നടുവത്ര അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി ദിലീഷ് മാമൻ, പഞ്ചായത്ത് അംഗം ഷൈനി വർഗീസ്, റിട്ടയർഡ് അധ്യാപകൻ ദേവസിക്കുട്ടി, NA പരമേശ്വരൻ, പുഷ്പാവതി, ജോസ് ചാതേലി എന്നിവർ സംസാരിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. നിയന്ത്രണം വിട്ട കാർ ടോറസ് ലോറിക്ക് പുറകിലിടിച്ച് അപകടം, ഒരാൾക്ക് പരിക്കേറ്റു. അകമല റെയിൽവേ മേൽപ്പാലത്തിന് സമീപം ഞായറാഴ്ച പുലർച്ചെ 5 മണിയോടെയായിരുന്നു അപകടം. കടമുറിയുടെ വാടക സംബന്ധിച്ച തർക്കത്തിനിടയിൽ കടയുടമയ്ക്ക് വെട്ടേറ്റു. വെട്ടേറ്റ കടയുടമ അലശ്യക്കോടത്ത് വീട്ടിൽ മിൽട്ടനെ ചാലക്കുടിയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. സംസ്ഥാനത്ത് അടുത്ത 5 ദിവസം മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. തിങ്കളാഴ്ച എറണാകുളം, ഇടുക്കി, തൃശൂർ, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലും ചൊവ്വാഴ്ച കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലും യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. ഇതോടെ ന്യൂസ് റൗണ്ടപ്പ് സമാപിച്ചു. നമസ്കാരം.